Welcome back. Exercise 4.2, question number 1. Question number 1, that is x square minus 3x minus 10 is equal to 0. Find the question is find the zeros of the quadratic equation using factorization method. Okay. So, we are using factorization method. So, product is, you should split the middle term. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? പ്രോഡക്റ്റ് എന്ത് കിട്ടണം? -10 കിട്ടണം, സം -3 കിട്ടണം. അപ്പം നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? -5ഉം 2 അല്ലേ? -5ഉം 2. സോ സ്പ്ലിറ്റ് ദിസ് ടേം x സ്ക്വയർ മൈനസ് 5x പ്ലസ് 2x മൈനസ് 10 ഈസ് ഈക്വൽ ടു 0. ഈ രണ്ട് ടേമിനും കൂടി നമുക്ക് എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. പിന്നെ ഇവിടെയുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ഇവിടെ എന്താണോ സൈൻ അത് ഇടുക. ഈ രണ്ട് ടേമിലും കൂടി കോമൺ ഫാക്ടർ എന്തെങ്കിലും ഉണ്ടോ? യെസ്, 2 ഈസ് കോമൺ ഫാക്ടർ. ഇറ്റ് ഈസ് x മൈനസ് 5. നിങ്ങൾ ചെയ്തതിൽ യാതൊരു മിസ്റ്റേക്കും ഇല്ലെങ്കിൽ ഈ രണ്ട് ഇതും നിങ്ങൾക്ക് ഒരേപോലെ വരും. ഓക്കെ. ഇൻ ദീസ് ടു ടേംസ് വാട്ട് ഈസ് കോമൺ? x മൈനസ് 5 ഈസ് കോമൺ. എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ ഒരു x ഉണ്ട്, പ്ലസ് 2 is equal to 0. That is x minus 5 is equal to 0 or x plus 2 is equal to 0. That is x is equal to 5 or x is equal to 0 minus 2 is minus 2. X is equal to 5 or x is equal to negative 2. Okay. Question number 2. 2x square plus x minus 6 is equal to 0. Here what is the product? പ്രോഡക്റ്റ് എന്ത് കിട്ടണം നമുക്ക്? നമ്മൾ ഈ ടേമിനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ആ ടേമിൻ്റെ കോഎഫിഷ്യൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടല്ലോ രണ്ട് ടേമായിട്ട്, അതിൻ്റെ കോഎഫിഷ്യൻറ്റിൻ്റെ പ്രോഡക്ട്സ് ഈ രണ്ട് നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് കിട്ടണം. അതായത് -12 കിട്ടണം. സമ്മോ ഇതിൻ്റെ കോഎഫിഷ്യൻ എന്താണ്? അത്. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ഏതൊക്കെയായിരിക്കും രണ്ട് നമ്പേഴ്സ്? -4ഉം 3യും രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -4 അല്ല, +4ഉം -3യും രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടി. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -12ഉം കിട്ടി. ഓക്കെ. അപ്പോൾ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4ഉം -3. അപ്പം ഈ ടേമിനെ നമ്മൾ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക? 2x സ്ക്വയർ പ്ലസ് 4x മൈനസ് 3x. കണ്ടോ? ഈ എക്സിനെ നമ്മൾ, അതായത് ഈ 1x നമ്മൾ 4x മൈനസ് 3x എന്നായി സ്പ്ലിറ്റ് ചെയ്തു ആ ടേമിനെ. ദെൻ കോമൺ ഫാക്ടർ 2x ഈസ് കോമൺ ഇവിടുന്ന്. അപ്പോൾ നമുക്കിവിടെ x വന്നു +2 അല്ലേ? 2x കോമൺ എടുക്കുമ്പോൾ ഇവിടെ ബാക്കി 2 അല്ലേ വരുള്ളൂ. ഇവിടുത്തെ സൈൻ നെഗറ്റീവാണ്, അങ്ങനെ തന്നെ കിട്ടും. ഇവിടെ എന്തെങ്കിലും കോമൺ ഉണ്ടോ? യെസ്, 3 ഈസ് കോമൺ. നമുക്ക് എന്ത് വരും ഇവിടെ വെച്ചാൽ x. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നെഗറ്റീവ് ആണെങ്കിൽ ഈ ഒരു സൈൻ നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ ഇവിടെ എന്ത് വരും? +2 ആവും. തെറ്റിക്കരുത് അത്. ഓക്കെ. കണ്ടോ? രണ്ടും എക്സ്പ്രസ് നിങ്ങൾ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ ഇത് രണ്ടും സെയിം ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ രണ്ട് ടേമിലും കൂടി x + 2 ഈസ് കോമൺ. അപ്പോൾ നമുക്ക് എന്ത് വരും? 2x മൈനസ് 3 ഈസ് ഈക്വൽ ടു 0. ദറ്റ് ഈസ് x + 2 ഈസ് ഈക്വൽ ടു 0 or 2x minus 3 is equal to 0. That is x is equal to -2 or x is equal to 0. 2x is equal to 3 എന്ന് വരും. x is equal to 3/2. Okay. x is equal to 3/2 and x is equal to -2 are the two values. √2x square. Next question, √2x square plus 7x plus 5√2 is equal to 0. Split the middle term. ആ മിഡിൽ ടേമിന് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ടേമിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ പ്രോഡക്റ്റ് എന്ത് വരണം? ഇതിൻ്റെ രണ്ടിനും കൂടി പ്രോഡക്റ്റ് വരണം. പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു √2 × 5√2. എന്താണ് 5√2 × √2? അതായത് 5 × √2 × √2 is 2. അതായത് 10. പ്രോഡക്റ്റ് ഈസ് 10. സം 7. സോ വാട്ട് ആർ ദി നമ്പേഴ്സ്? ദ നമ്പേഴ്സ് ആർ, ഏതായിരിക്കും നമ്പേഴ്സ്? 5 and 2. ദ നമ്പേഴ്സ് ആർ 5 and 2. ദറ്റ് ഈസ് √2x square പ്ലസ് ഇത് എന്ത് ചെയ്യണം? 7x സ്പ്ലിറ്റ് ചെയ്യുക.
5x plus 2x എന്ന് എഴുതുക. നമുക്ക് ആ നമ്പേഴ്സാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്, ആ കോഎഫിഷ്യൻസ്. പ്ലസ് 5 root 2 is equal to 0. Any common factor in these two terms? Yes. X is common. Then you will get a root 2x plus 5. ഇവിടെയുള്ള സൈൻ അതേപോലെ നോക്കൂ, പ്ലസ്. ഈ രണ്ടിലും കൂടി എന്തെങ്കിലും കോമൺ ഉണ്ടോ നോക്കിക്കോളൂ. 2 എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് 2? 2 ഈസ് ആക്ച്വലി root 2 into root 2 ആ. 2 is equal to root 2 into root 2. So this is root 2 into root 2x. So here also, here one root 2 is there. So you can take root 2 outside അവിടെ. root 2 അവിടെ പുറത്തെടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് വന്നു ഇവിടെ? 2 എന്ന് പറഞ്ഞാൽ root 2 into root 2. So you took one root 2 outside. So common factor ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമുക്ക് ഒരു root 2 ഉണ്ട് അവിടെ. പ്ലസ് ഈ 5 root 2ൻ്റെ അകത്തുനിന്ന് root 2 കോമൺ ഫാക്ടർ എടുത്തു. അപ്പോൾ ബാക്കി 5 ഉള്ളു അവിടെ. കണ്ടോ? ഈ രണ്ട് ടേം ഇങ്ങനെ ഈക്വലായിട്ട് നിൽക്കും. ഇനിയൊന്നുമില്ല. എക്സ് പ്ലസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എക്സ് പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0. കോമൺ ഫാക്ടർ ഈ രണ്ട് ടേമിനും കൂടി കോമൺ ഫാക്ടർ റൂട്ട് 2 എക്സ് പ്ലസ് 5. ടേക്ക് ദാറ്റ് ഔട്ട് സൈഡ്. വിച്ച് ഈസ് എക്സ് പ്ലസ് റൂട്ട് 2 ഇസ് ഈക്വൽ ടു 0 ഓർ റൂട്ട് 2 എക്സ് പ്ലസ് 5 ഇസ് ഈക്വൽ ടു 0. വിച്ച് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 0 മൈനസ് റൂട്ട് 2. ദറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് റൂട്ട് 2. ഇവിടെ എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു 0 മൈനസ് റൂട്ട് 2 എക്സ് ഇസ് ഈക്വൽ ടു 0 മൈനസ് 5. ദറ്റ് ഈസ് റൂട്ട് 2 എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 5. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 5 ബൈ റൂട്ട് 2. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 5 ബൈ റൂട്ട് 2 ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് റൂട്ട് 2 ആർ ദി two solutions of this equation. Next question, 2x square minus x plus 1 by 8 is equal to 0. ഇതിനകത്ത് എന്താ നിങ്ങൾക്കൊരു പ്രത്യേകത വെച്ചാൽ നോക്കൂ, ഇവിടെ ഒരു ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ ഫ്രാക്ഷനൊക്കെ ഒഴിവാക്കി ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക, ഒരു ഫ്ലോ ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ ഫ്രാക്ഷൻ നമ്മൾ ഒഴിവാക്കുക? ഹൗ ക്യാൻ യു എലിമിനേറ്റ് ദാറ്റ് ഫ്രാക്ഷൻ? യു മൾട്ടിപ്ലൈ ദ ഹോൾ ഇക്വേഷൻ ബൈ 8. അപ്പോൾ നമുക്ക് എന്ത് വന്നു ഇവിടെ? ഹോൾ ഇക്വേഷൻ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിവിടെ 16x² വന്നു മൈനസ് 8x. ഇപ്പോൾ 1/8 ഇൻറ്റു 8 അവിടെ 1 വന്നു. 0 ഇൻറ്റു 8 0 തന്നെ. ദാറ്റ് ഇക്വേഷൻ ടേൺസ് ടു അനദർ ഇക്വേഷൻ, ബട്ട് ഇത് സെയിം ഇക്വേഷൻ തന്നെയാണ്. ആ ഇക്വേഷനകത്ത് യാതൊരു ചേഞ്ചും വരുന്നില്ല. പക്ഷേ അതിൻ്റെ ആ നമ്മൾ ഇക്വേഷനകത്ത് ചേഞ്ച് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോത്ത് LHS ആൻഡ് RHS ബി മൾട്ടിപ്ലൈഡ് ബൈ 8. ഓക്കെ, നോ വാട്ട് ഈസ് ദ പ്രോഡക്റ്റ്? ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുക. പ്രോഡക്റ്റ് എന്താണ്? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയും കൂടി പ്രോഡക്റ്റാണ് നമുക്ക് വേണ്ടത്. പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു 16. സം ഇസ് ഈക്വൽ ടു -8. സോ ദ നമ്പേഴ്സ് ആർ -4 ആൻഡ് -4. -4 into -4 is 16 and -4 plus -4 is -8. So 16x². ഇതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് -4x എന്ന് എഴുതി plus 1 is equal to 0. Here what is common? 4x is common here. So you can get here 4x minus 1 minus what is common here? No common factor there. So you can take 1 as a common factor. ഇവിടെ നെഗറ്റീവ് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് നേരെ സൈൻ അങ്ങോട്ട് മാറും. അവിടെ എന്ത് വരും? നെഗറ്റീവ് വരും. ഉണ്ടോ? ദാറ്റ് മീൻസ് 4x minus 1 is a common factor. ഇത് രണ്ടിലും കൂടി കോമൺ ആണ്. നമുക്ക് എന്ത് കിട്ടി ബാക്കി? ഇവിടെ ഒരു 4x ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. is equal to 0. That is 4x minus 1 is equal to 0 or the same. നമുക്ക് ഒരേപോലത്തെ റൂട്ട്സ് കിട്ടുമെന്ന് നമ്മൾ പഠിച്ചില്ലേ? 4x is equal to 1, x is equal to 1/4. ഇവിടെ അതുപോലെ തന്നെ x is equal to 1/4. So you will get equal roots there. 2 equal roots. Okay, next question, 100x² minus 20x plus 1 is equal to 0. Here the product is, split the middle term തന്നെ നമുക്ക് ചെയ്യാം. Here the product is, ഇതൊക്കെ ശരിക്കും പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഈക്വൽ റൂട്ട്സ് വരുന്ന സമയത്ത് നമുക്ക് a-b² ഫോമിലേക്കൊക്കെ വരും. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ സ്പ്ലിറ്റ് ദ മിഡിൽ ടേം ചെയ്താൽ സെയിം ആൻസർ തന്നെ കിട്ടും. പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു ഇതും കൂടി മൾട്ടിപ്ലൈ ആണ് പ്രോഡക്റ്റ്, അതായത് 100. സം ഇസ് ഈക്വൽ ടു -20. നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും നമ്പേഴ്സ്? -10 and -10. When you add -10 plus -10 you will get -20. And when you multiply you will get 100. So this is 100x² minus 10x
plus 1 is equal to 0. In these two terms 10x is common. Then you will get here ഇവിടെ 10x കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 10x ഉണ്ടാവും. മൈനസ് ഇവിടുന്ന് 10x കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ 1 ആയി. സൈൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നോ കോമൺ ഫാക്ടർ. അപ്പോൾ 1 ആണ് അവിടുത്തെ കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടർ ഒന്നും ഇല്ലെങ്കിൽ 1 എന്ന് എടുക്കണം. അപ്പോൾ 10x ഇവിടെ നെഗറ്റീവ് ഇട്ടത് കൊണ്ട് ഇതെന്താവും, അത് നെഗറ്റീവ് ആവും. അവിടെ എന്താണോ സൈൻ അതങ്ങോട്ട് മാറും, അത്രയേ ഉള്ളൂ. 0. ദറ്റ് ഈസ് 10x മൈനസ് 1 ഈസ് കോമൺ. അപ്പം 10x മൈനസ് 1 ഇവിടുന്നും 10x മൈനസ് 1 അങ്ങോട്ട് നമ്മളെടുത്തു. അപ്പോൾ ബാക്കി എന്തുണ്ട്, ഇവിടെ ഒരു 10x ഉണ്ട്, ഒരു മൈനസ് ഉണ്ട്, ഒരു 1 ഉണ്ട്. ദറ്റ് ഈസ് 10x മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 ഓർ 10x minus 1 is equal to 0. That is 10x is equal to 1, 0 plus 1, 1, x is equal to 1 by 10. Here also you will get x is equal to 1 by 10. So, equal roots. Okay. I hope this is clear to you. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ. Okay. Thank you.